നമസ്കാരം. മുരളി ഗോപി മലയാളികൾക്ക് വളരെ പരിചിതമായൊരു നാമമാണ്. ഒന്ന് ഭരത് ഗോപിയുടെ മകനാണ്, ഭരത് ഗോപി എന്ന മഹാനടൻ്റെ മകനാണ്. രണ്ടാമത്തേത് വളരെ ബുദ്ധിയുള്ള ഒരു തിരക്കഥ എഴുത്തുകാരനാണ്, സാമാന്യം തെറ്റില്ലാത്ത നടനാണ്, ഗാനരചയിതാവാണ്, ഗായകനാണ്, സംഗീത സംവിധായകനുമാണ്. അങ്ങനെ പല മേഖലകളിൽ, സിനിമയുടെ പല മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. അതിനും മുൻപ്, സിനിമയിലേക്ക് എത്തും മുമ്പ് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള, ഇന്ത്യൻ എക്സ്പ്രസ്സും MSN ഉൾപ്പെടെയുള്ള വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒരു ബുദ്ധിജീവിയാണ് എന്നാണ് പൊതുവേ ഉള്ള ഒരു ധാരണ അദ്ദേഹത്തെ സംബന്ധിച്ച്. പക്ഷേ രാഷ്ട്രീയപരമായി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ നിരവധിയുണ്ട്. ഏറെക്കാലം അദ്ദേഹം ഒരു സംഘപരിവാർ അനുകൂലിയാണ് എന്നുള്ള പഴി കേട്ട്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു പഴി കേട്ട്, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അനന്തപത്മനാഭനെ, തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം അനന്തപത്മനാഭനെ ആ ചിത്രത്തിൽ ഒരു ബിംബമായി ഉയർത്തിക്കാട്ടി RSSൻ്റെ ശാഖ കാണിച്ചു, അതുകൊണ്ട് ഇയാൾ സംഘിയാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ നിരവധി നേരിട്ടൊരു വ്യക്തിയാണ് ശ്രീ മുരളി ഗോപി. അതിനും അപ്പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചായ്വുകൾ യഥാർത്ഥത്തിൽ പുറത്തു വരുന്നോ എന്നുള്ള സംശയം സംഘപരിവാർ അനുകൂലികൾക്കും BJP അനുകൂലികൾക്കും തോന്നിത്തുടങ്ങി. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത് അദ്ദേഹം തിരക്കഥ രചിച്ച എമ്പുരാൻ എന്ന സിനിമയാണ്. ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ രണ്ടാം ഭാഗം. എമ്പുരാനിൽ അടിസ്ഥാനപരമായി ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ഗോദ്ര ട്രെയിൻ തീവപ്പ് അതൊരു അപകടം ആയി സംഭവിച്ചു പോയതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അമിത്ഷായെ പോലുള്ളവർ ഗുജറാത്തിൽ കൂട്ടക്കൊല നടത്തിയത്. അതിനുവേണ്ടി പ്രതികാരം ചെയ്യുവാനായിട്ട് സയ്യദ് മസൂദ് എന്ന ഭീകരവാദിയുടെ പേരണിഞ്ഞ ഒരു നായകൻ്റെ ഉപനായകൻ, യഥാർത്ഥത്തിൽ നായകൻ മോഹൻലാൽ ഒരു ഉപനായകനായി മാറുന്ന ഒരു കാഴ്ച, ഒരു മാജിക്, മുരളി ഗോപി മാജിക്, മുരളി ഗോപി പ്ലസ് പൃഥ്വിരാജ് മാജിക് നാം കണ്ടതാണ്. അതിനെ തുടർന്ന് ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ മോഹൻലാലും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ളവർ ഖേദം പ്രകടിപ്പിച്ചപ്പോഴും ഞാൻ എൻ്റെ തിരക്കഥയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടെടുത്ത വ്യക്തിയാണ് മുരളി ഗോപി. ആ മുരളി ഗോപിയുടെ ഏറ്റവും പുതിയ തിരക്കഥയിൽ പിറന്ന അനന്തൻകാട് എന്ന സിനിമ, ആ ചലച്ചിത്രം മറ്റന്നാൾ ജൂൺ 25 തിരശ്ശീലകളിലെത്തുകയാണ്. വളരെ തന്ത്രപരമായിട്ടുള്ളൊരു പരസ്യപ്രചാരണം ആ സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ നിർമ്മാതാക്കളും അതിൻ്റെ പബ്ലിസിറ്റി ഏറ്റെടുത്തിരിക്കുന്ന PR ഏജൻസിയും കൈക്കൊണ്ടിട്ടുണ്ട്. അത് മുരളി ഗോപിയുടെ ഒരു രംഗമാണ്. ആ രംഗം ഇപ്പോൾ സ്വതന്ത്രമായി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനുള്ള അനുവാദം അല്ലെങ്കിൽ മൗനാനുവാദം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. പക്ഷേ ഞങ്ങൾക്ക് ആ ക്ലിപ്പ് നിങ്ങളുമായി പങ്കിടുവാൻ നിവർത്തിയില്ല. കാരണം അവർക്ക് അനുകൂലമായ വാർത്തകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അനുകൂലമായ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടോ ആ ക്ലിപ്പ് ഉപയോഗിച്ചാൽ അവർ നിശബ്ദരായിരിക്കും. പ്രതികൂലമായൊരു വാർത്തയാണെങ്കിൽ അവർ അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ രംഗത്തിലുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. മുരളി ഗോപി തലയൊക്കെ മുട്ടയടിച്ച് ഒരു നാട്ടിലെ ഒരു പ്രമുഖൻ അല്ലെങ്കിൽ ഒരു റൗഡി ഗുണ്ട എന്നുള്ള തരത്തിൽ ഏതോ ഒരു കോളേജിൻ്റെ യൂണിയൻ ഓഫീസിൽ, അതും SFI പോലെയുള്ള YFYO അങ്ങനെ എന്തോ ഒരു സംഘടനയുടെ യൂണിയൻ ഓഫീസിൽ ഒരു കോളേജിലെ വിദ്യാർത്ഥിയുമായി വരുന്നു. ആദ്യം തുടങ്ങുന്നത് ചുവരിലിരിക്കുന്ന കാർൽ മാർക്സും ചെഗുവേര ഉൾപ്പെടെയുള്ള പലരുടെയും ചിത്രങ്ങൾ കണ്ടിട്ട് ഇതൊക്കെ ആരുടെ എന്നൊരു തിരുവനന്തപുരം ചുവയുള്ള ഭാഷയിൽ, തിരുവനന്തപുരം സ്ലാങ്ങിൽ ചോദിക്കുന്നു. നിൻ്റെയൊക്കെ ഈ അമ്മാച്ചന്മാർ ചുവരിൽ കയറുന്നതിന് മുമ്പ് ഇവിടെ ചില ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ ഉണ്ട്, ഇതൊക്കെ അങ്ങനെ തുടർന്നു പോവും, അതൊക്കെ അതുപോലെ തുടർന്നു പോവും, അങ്ങനെ പാടുള്ളൂ എന്ന് യൂണിയൻ പിള്ളേരെ, SFIക്കാരെ വിരട്ടുന്നു അദ്ദേഹം. കൂടാതെ ഒപ്പം കൊണ്ടുവന്ന വിദ്യാർത്ഥിയുടെ ചൂണ്ടി ഇവൻ്റെ അമ്മ ഇവൻ്റെ കയ്യിലൊരു ജപിച്ച ചരടും കെട്ടി, കോളേജിൽ പോകുന്ന പയ്യൻ്റെ കയ്യിൽ ജപിച്ചൊരു ചരടും കെട്ടി നെറ്റിയിൽ കുറിയും തൊടിയിച്ച് വിട്ടാൽ അതൊക്കെ മായ്ച്ച് കളയുവാനും പൊട്ടിച്ച് കളയുവാനും നീയൊക്കെ ആരുടെ ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ പൊട്ടിക്കിടാ എന്നുള്ള തരത്തിൽ അദ്ദേഹം ആ പയ്യൻ്റെ ജപിച്ച ചരട് കെട്ടിയ കൈയെടുത്ത് മേശപ്പുറത്ത് വയ്ക്കുന്നു. കുറി ധൈര്യമുണ്ടെങ്കിൽ മായ്ക്കിടാ എന്ന് അദ്ദേഹം പറയുന്നിടത്ത് ആ ക്ലിപ്പ് അവസാനിക്കുന്നു. ഞാൻ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളല്ല പറഞ്ഞത്, ഞാനൊന്ന് പാരാഫ്രൈസ് ചെയ്യാറ്. ഇതാണ് ആ സംഭാഷണം. ഇപ്പോൾ അതിൻ്റെ വിമർശനമോ അല്ലെങ്കിൽ അനുകൂലമായ എന്തെങ്കിലും ഒരു പരാമർശമോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലിപ്പ് പുറത്തു വന്നതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ ദൃശ്യമായൊരു വസ്തുതയുണ്ട്, അല്ലെങ്കിൽ ഒരു സത്യമുണ്ട്. ഈ സംഘപരിവാർ അനുകൂല പേജുകൾ, അനുകൂല ഫേസ്ബുക്ക് ഹാൻഡിലുകൾ, ട്വിറ്റർ ഹാൻഡിലുകളെല്ലാം വലിയ ആവേശത്തോടു കൂടി
ദാ ഇങ്ങനെ വേണം പെരുമാറാൻ, ഇതാണ് യാഥാർത്ഥ്യം, ദാ മുരളി ഗോപിയുടെ തൂലികയിൽ നിന്ന് ഉജ്ജ്വലമായ ഒരു തിരക്കഥ വരുന്നു, അനന്തൻകാട് തകർക്കും പൊളിക്കും കിടുക്കും എന്നൊക്കെയുള്ള വിശേഷണങ്ങളോടുകൂടിയും അതിവിശേഷണങ്ങളോടുകൂടിയും ഈ ക്ലിപ്പിനെ പരമാവധി പ്രചരിപ്പിക്കുന്ന സംഘപരിവാർ അനുകൂല ഹാൻഡിലുകളെ നിരവധി കാണുവാൻ സാധിക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അവരോട് പറയുവാനുള്ളത് അമിതാവേശം അരുത് സുഹൃത്തുക്കളെ. കാരണം മുരളി ഗോപി എന്ന വ്യക്തിത്വത്തെ കൃത്യമായി നിങ്ങളിൽ പലരും മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ സംഘപരിവാറിനെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെന്നല്ല ഞാൻ പറയുന്നത്. മുരളി ഗോപിയെ ഒരു അല്പം അടുത്ത് നിന്ന് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പരിചയമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കരിയർ പാത്ത് ഉണ്ടല്ലോ, അദ്ദേഹം കടന്നു വന്ന തിരക്കഥാപാതകൾ അല്ലെങ്കിൽ സിനിമാ യാത്രയിലെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരവീഥികൾ ഒന്ന് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നൊരു കാര്യം, അദ്ദേഹം സ്വയം ഒരു ബുദ്ധിജീവിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസം സമൂഹത്തിൻ്റെ ഇടയിൽ നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓരോ അഭിമുഖങ്ങളും അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോ ക്ലിപ്പുകളും വളരെ സത്വബോധത്തോടുകൂടി അല്ലെങ്കിൽ വളരെ ഒരു 100% ബോധ്യത്തോടുകൂടി എല്ലാ സമയത്തും സദാ ജാഗരൂകനായി ക്യാമറയ്ക്ക് മുൻപിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ശരിക്കും സിനിമയുടെ ക്യാമറ ഓണായിരിക്കുമ്പോഴും പുറത്ത് മാധ്യമങ്ങളുടെ ക്യാമറ ഓണായിരിക്കുമ്പോഴും അല്ലാത്ത സമയത്ത് അദ്ദേഹം പൂർണ്ണമായും അപ്രത്യക്ഷനാവും. അദ്ദേഹത്തിൻ്റെ ഭാഷ പോലും പലപ്പോഴും ഒരു സാധാരണ ഒരു സംവേദനത്തിനപ്പുറമുള്ളൊരു ഭാഷയാണ്. കുറച്ചുകൂടി ഒരു ജോൺ പോളിയൻ ഭാഷ എന്ന് വേണമെങ്കിൽ പറയാം. ജോൺ പോളിനും അപ്പുറത്തേക്ക് കടന്ന് പലപ്പോഴും ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ നൈമിഷിക നൈരന്തര്യങ്ങളുടെ ഒരു അവഗാഹത്തോടു കൂടിയുള്ളൊരു മനനം ചെയ്യുന്ന രീതി എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു സംഭാഷണമാണ്. താനൊരു ബുദ്ധിജീവിയാണ് എന്ന് അദ്ദേഹം സ്വയം വിശ്വസിക്കുന്നുണ്ട്. വെറുതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ മാത്രം ശ്രമിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കപട ബുദ്ധിജീവിയാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിജീവി തരത്തിലുള്ളൊരു അപകടമെന്ന് പറയുന്നത് അദ്ദേഹം പിൻപറ്റുന്ന ആശയമാണ്. ആശയത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ഒരു കാര്യം വ്യക്തമായിട്ടറിയാം, ഏതൊരാശയത്തെയും തൻ്റെ വാക്ചാതുരി കൊണ്ടും ഒരു പദസമ്പത്ത് കൊണ്ടും സംവേദനശീലത കൊണ്ടും സംവേദനശീലതയിലുള്ള കഴിവ് കൊണ്ടും അദ്ദേഹത്തിന് സമർത്ഥിക്കുവാൻ സാധിക്കും. അദ്ദേഹത്തിന് സംഘപരിവാർ അനുകൂലമായും എഴുതുവാൻ സാധിക്കും, പ്രതികൂലമായും എഴുതുവാൻ സാധിക്കും. അദ്ദേഹം സ്വീകരിക്കുന്ന മാർഗമെന്ന് പറയുന്നത് തിരക്കഥയുടെ മാർഗമാണ്. അദ്ദേഹത്തിൻ്റെ സൈക്കോട്ടിക് ദൈവം, സൈക്കഡലിക് സ്വർഗം, സൈക്യാട്രിക് മനുഷ്യൻ, ഈ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ നോക്കിയാൽ അറിയാം, കൃത്യമായിട്ട് ഒരു ക്ലിക്ക് ബൈറ്റാണത്. ഇട്ടെടുക്കുക എന്ന് പറയുന്നത് ഒരു ചൂണ്ടയിട്ട ആളെ പിടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ഉള്ളടക്കത്തിൽ വളരെ ബൗദ്ധികമായൊരു വിശ്ലേഷണമൊന്നും ഉണ്ടായിരിക്കില്ല. അതിൽ പക്ഷേ അടുക്കടുക്കായി വെച്ച സീനുകൾ കാണും. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു ഉദാഹരണമായിട്ട് പറയാം. അതിൽ വളരെ ബൗദ്ധികമായ കാര്യങ്ങൾ പറയുന്നു, ഇടതിനെ വിമർശിക്കുന്നു എന്നുള്ളൊരു ഓളമുണ്ടാക്കി കൃത്യമായിട്ടൊരു പോയിന്റിൽ ഒരു ഇന്നോവ തടയുന്ന, പിണറായി വിജയനോട് സാദൃശ്യമുള്ള ഹരീഷ് പേരടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഇന്നോവ കാർ വഴിയിൽ തടയുന്ന മുരളി ഗോപിയുടെ കഥാപാത്രത്തിന് ടിയാൻമെൻ സ്ക്വയറിലെ ഏറ്റവും പ്രശസ്തനായത് ലോൺമാൻ, ഒരു ടാങ്കിൻ്റെ മുൻപിൽ ഏകനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രവുമായിട്ടൊരു സാമ്യതയുണ്ട്. അത് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിലോ എന്ന് കരുതി അദ്ദേഹം തന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ഈ സിനിമ പുറത്തിറങ്ങി അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ ഈ സിനിമയെ തിയേറ്ററിൽ നിന്ന് നാട് കടത്തി കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ടിയാൻമെൻ സ്ക്വയർ ഓർമ്മ ദിനത്തിൽ അദ്ദേഹം ഈ ഒരു രംഗം പങ്കുവെച്ച് അതുമായിട്ട് ഒരു ബിംബകൽപ്പനയാണിത് എന്ന് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. അതായത് താനൊരു ബുദ്ധിജീവിയാണ് എന്നുള്ളൊരു ധാരണ ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും നിലനിൽക്കണം. തൻ്റെ തിരക്കഥകളുടെ നിലവാരം വളരെ വലുതാണ് എന്നുള്ളത്. ഇത് പറയുമ്പോഴും ഞാൻ ഒരു കാര്യം തീർച്ചയായിട്ടും സമ്മതിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കമ്മാര സംഭവം ഈ അടുത്ത കാലത്ത് ഈ 2 സിനിമകളുടെ അത്രയും ഒരു നിലവാരമുള്ള തിരക്കഥ സമീപകാലത്ത് കഴിഞ്ഞ ഒരു 15 വർഷക്കാലത്തിനുള്ളിൽ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 ഗോൾ പോസ്റ്റിലും ഗോളടിക്കുന്ന ഒരു പ്രകൃതിയാണ് മുരളി ഗോപിക്കുള്ളത്. ആ പ്രകൃതിയുള്ളൊരു വ്യക്തിയെ ഒരു ക്ലിപ്പ് മാത്രം കണ്ട് ദയവ് ചെയ്ത് സംഘപരിവാർ അനുകൂലികൾ വിശ്വസിക്കരുത് എന്നുള്ളതാണ് വിനീതമായി എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. കാരണം ഒരു ദിവസം കൂടി കാത്തിരിക്കൂ. മറ്റന്നാൾ ജൂൺ 25-ാം തീയതി തിരശ്ശീലയിൽ ഈ ചിത്രം നിങ്ങൾക്ക് പൂർണ്ണമായും കാണുവാൻ സാധിക്കുമല്ലോ. അതിനുശേഷം അദ്ദേഹത്തെ വിലയിരുത്തൂ. കാരണം ഒരു കാര്യം ഏതാണ്ടൊരു പ്രവചനം പോലെ ഞാൻ പറയാം, ഈ കണ്ട ക്ലിപ്പിലെ നിങ്ങൾക്ക് കിട്ടിയ ആവേശത്തിന് ഒരു ബാലൻസിങ് ഫാക്ടറെങ്കിലും അപ്പുറത്ത് കാണും. ഇതിനെ ഒന്ന്
ബാലൻസ് കെ നായർ എന്ന് സാമൂഹ്യ മാധ്യമത്തിൽ പറയില്ല. ഒന്ന് ബാലൻസ് ചെയ്യുവാനുള്ള ഒരു ശ്രമം മറ്റ് ഒരു രംഗം കാണും. ഒന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഒന്ന് പൊക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു കൊട്ട് സംഘപരിവാറിനിട്ട് നൽകുക. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സീൻ അല്ലെങ്കിൽ ഒന്നിലധികം സീനുകൾ സിനിമയിൽ കാണുമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇല്ലെങ്കിൽ ഇത് തന്നെയാണ് അതിൻ്റെ ആധാരമെങ്കിൽ മുരളി ഗോപിയുടെ കഥാപാത്രം ആദിമധ്യാന്തം സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നല്ലവനായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു മനോഭാവം സൂക്ഷിക്കുന്ന കഥാപാത്രമാണെങ്കിൽ നല്ലത്, നിങ്ങൾ ആഘോഷിച്ചുകൊള്ളൂ, സിനിമയൊന്ന് ഇറങ്ങിക്കോട്ടെ. ഒരു കാര്യം കൂടി പറയാം. ട്രെയിലർ കണ്ടതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു വസ്തുത ആ സിനിമയെക്കുറിച്ച്, അനന്തൻകാട് എന്ന പ്രദേശം സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെയാണ്. ഈ നഗരം പണ്ടൊരു കാടായിരുന്നു എന്ന് വിജയരാഘവൻ്റെ വില്ലൻ കഥാപാത്രം അതിൽ പറയുന്നുണ്ട്. ഈ സിനിമയിൽ നായകൻ ആര്യയാണ്. ആര്യ ഒരു തമിഴൻ്റെ കഥാപാത്രമാണ് അഭിനയിക്കുന്നത്. ആ തമിഴൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശി തമിഴന്മാരാണെന്നുള്ളത്. ഒരു വിഘടനവാദത്തിൻ്റെ മണം എനിക്ക് അവിടെ അടിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് മനസ്സാണ് മുരളി ഗോപിക്കെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, അതും തീവ്ര കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട്, മാവോയിസ്റ്റ് ആശയങ്ങളോട് വളരെയധികം താല്പര്യമുള്ളൊരു മനസ്സാണ് അദ്ദേഹത്തിൻ്റേതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ ഒരു വാക്കുകളും ആ സിനിമ ആരെങ്കിലും തിയേറ്ററിൽ പോയി കാണുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് ഓർത്തു വെച്ചുകൊള്ളുക. അതുകൊണ്ട് വീണ്ടും സംഘപരിവാർ അനുകൂലികളോട് പറയുന്നു, മുരളിയെ നമ്പാതെ, നമ്പിനാൽ ശിവാജിയിലെ പാട്ട് ഓർക്കുക, ആമ്പലാമ്പൽ അതിൻ്റെ തുടക്കവരി ഓർക്കുക. അങ്ങനെ ആകുവാൻ സാധ്യതയുണ്ട്. 25-ാം തീയതി വരെ, മറ്റന്നാൾ വരെ ഒന്ന് കാത്തിരിക്കൂ. അറിയാമല്ലോ കൃത്യമായിട്ട് എന്താണ് മുരളി ഗോപിയുടെ ഇത്തവണത്തെ നമ്പർ, ഉടായിപ്പ് അല്ലെങ്കിൽ മലക്കമ്മറിയൽ അല്ലെങ്കിൽ മെയ് വഴക്കത്തോടു കൂടിയുള്ള ആശയ വിശ്ലേഷണം എന്നുള്ളത് അറിയാമല്ലോ. ആ വിശ്ലേഷണം നമുക്ക് അനുകൂലമാണെങ്കിൽ, നിങ്ങൾ ഈ ആഘോഷിച്ച ക്ലിപ്പ് പോലെ തന്നെയാണ് മുഴുവൻ സിനിമയുമെങ്കിൽ തീർച്ചയായും ആഘോഷിച്ചുള്ളൂ, അല്ലെങ്കിൽ അവഗണിക്കൂ. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. ഈ സിനിമയുടെ സംവിധായകൻ ജിയാൻ കൃഷ്ണകുമാർ വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ്. തമിഴിലും മലയാളത്തിലും ഒരുപോലെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ കോളേജ് ഡേയ്സ്, ഇന്ദ്രജിത്തിനെ നായകനാക്കി ചെയ്ത സിനിമ നല്ലൊരു ത്രില്ലറാണ്. തമിഴിലും അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ടിയാൻ പോലുള്ള ചിത്രങ്ങളിലൂടെയാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും അഭിനയിച്ച് മുരളി ഗോപി തിരക്കഥ എഴുതി യോഗി ആദിത്യനാഥിനെ പോലൊരു കഥാപാത്രത്തെ വില്ലനാക്കി മുരളി ഗോപി തിരക്കഥ എഴുതിയ ഒരു ചിത്രത്തിലൂടെയാണ് മുരളി ഗോപി ജിയാൻ കൃഷ്ണകുമാർ സിനിമാറ്റിക് ബന്ധം തുടങ്ങുന്നത്. അതിൻ്റെ ഒരു ഒരു പരിണാമമാണ്. പരിണാമത്തിൻ്റെ മകുടോദാഹരണമായി ഒരുപക്ഷെ അനന്തൻകാട് വന്നേക്കാം. എന്താണ് ചിത്രത്തിൻ്റെ ഉള്ളടക്കമെന്നുള്ളത് ഇപ്പോഴും നമുക്കാർക്കും അറിയില്ല. അറിയാത്തത് കൊണ്ട് തന്നെ ആഘോഷം 2 ദിവസം കഴിഞ്ഞാകാം, അല്ലെങ്കിൽ അവഗണന 2 ദിവസം കഴിഞ്ഞാകാം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. കൂടാതെ തത്വമയി ന്യൂസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.